ഇപ്പോൾ യുദ്ധം കൊണ്ട് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് ഇസ്രായേൽ? ഇസ്രായേലിന്റെ ചരിത്രം വളരെ സമ്പന്നവും സമ്പൂർണവുമായ സങ്കീർണതയുള്ള ഒരു കഥയാണ്. പ്രാചീന കാലം മുതൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നിലവിലെ നിരവധി ഘടകങ്ങളിലൂടെ ഈ രാജ്യം കടന്നു പോയിട്ടുണ്ട്. അതിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രാചീനകാല ചരിത്രം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രം 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പൗരാണിക നാടകങ്ങളിലേക്ക് പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. പഴയ ടെസ്റ്റ്മെന്റ് അതായത് ബൈബിളിൽ ഈ ദേവാലയത്തിലെ ചരിത്രമനുസരിച്ച് ഇസ്രായേലിന്റെ ഉത്ഭവം അബ്രഹാമിന്റെ ദൈവവിശ്വാസം വഴി പുരാതന ഇസ്രായേലിന്റെ അടിസ്ഥാനം പണിയുന്നതാണ്. ദാവീദ് രാജാവിന്റെ കാലം മുതൽ ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ദൈവത്തിന്റെ ശക്തിയുടെ കാലഘട്ടമാണ് ഇസ്രായേലിലുള്ളത്. സലോമന്റെ അഗാധമായ സാമ്രാജ്യം. സലോമന്റെ കാലത്ത് ഇസ്രായേൽ സാമ്രാജ്യവും പുരാതന പട്ടണങ്ങളിലേക്കുള്ള ബഹുദൂര വ്യാപനവും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബൈബിളിൽ പരാമർശിക്കുന്ന ബാബിലോൺ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട റോമാ സാമ്രാജ്യം മുതൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട്. ബാബിലോണിയൻ അധിനിവേശം 6ാമത്തെ സെഞ്ചുറികളിലാണ് ഇത് നടക്കുന്നത്. ഈ കാലത്ത് ബാബിലോണിന്റെ രാജാവ് നെഗത്സേർ ഇസ്രായേലിന്റെ തലസ്ഥാനം യെറുസലേമിനെ പിടിച്ചെടുത്തുകൊണ്ട് ദ്രാവിഡൻ ജനതകളെ ദാസന്മാരായി മാറ്റിക്കഴിഞ്ഞിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശം വന്നപ്പോഴാണ് മാറ്റങ്ങൾ തുടങ്ങിയത്. ബൈബിൾ ഹിസ്റ്ററിയിൽ ജെറുസലേമിലെ പുനരുദ്ധാരണം തുടങ്ങിയായിരുന്നു അത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ 70-ൽ റോമൻ സാമ്രാജ്യം ജെറുസലേം വശീകരിച്ച് ഹെഡറിന്റെ ദേവാലയം പൂർണ്ണമായും തകർക്കുകയായിരുന്നു. പിന്നെയാണ് മുസ്ലിം അധിനിവേശവും ക്രിസ്ത്യൻ ക്രൂസഡുകളും നടക്കുന്നത്. ഇസ്ലാമിക കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 7ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പ്രദേശം അറബിയൻ മോഷണത്തിൽ പെടുകയും മുസ്ലിം ഭരണത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ക്രുസൈഡുകൾ എന്ന് വെച്ചാൽ 11, 13 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ക്രിസ്ത്യൻ സൈന്യങ്ങൾ ഈ പ്രദേശത്ത് കത്തോലിക്ക ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. യഹൂദികളുടെ മടങ്ങിവരവാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായത്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യഹൂദി സമുദായത്തിൽ അടിയന്തരമായ ചലനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സയണിസം 1897-ൽ തിയഡോർ ഹെഡ്സൽ ആരംഭിച്ച സയണിസ്റ്റ് പ്രസ്ഥാനം യഹൂദികൾക്ക് അവരുടെ പഴയ ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നതിന്റെ പ്രേരണയായി മാറി. ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1947-48-ൽ യുണൈറ്റഡ് നേഷണൽ വിഭാഗം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോക മാനദണ്ഡത്തിൽ 1947-ൽ യുണൈറ്റഡ് നേഷൻ ഒരു വിചാരണ പിരിവിൽ കർശനമായ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരുന്നു. ഇസ്രായേലിന്റെ അറബിയൻ പ്രദേശങ്ങൾ തിരഞ്ഞു. 1948-ൽ ഇസ്രായേൽ സ്വാതന്ത്ര്യ യുദ്ധം നടത്തി. മെയ് 14, 1948-ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. ഇതിന് പിന്നാലെ അറബ് രാജ്യങ്ങളിൽ അതായത് ജോർദാൻ, ഈജിപ്ത്, സിറിയ, ലെബനൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ഇത് ആദ്യ ഇസ്രായേൽ അറബ് യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീനിയൻ പ്രശ്നവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. 1967-ലെ 6 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഇത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസ, വെസ്റ്റ് ബാങ്ക്, സീനായ്, ഗോലാൻ ഹിൽസ് എന്നിവ പിടിച്ചെടുക്കുകയും ചെയ്തു. ആധുനിക കാലത്തും വളരെയധികം സമാധാനപരമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 1990-കളിൽ ഓസ്ലോ കരാറുകൾ വഴിയാണ് ഇസ്രായേൽ പാലസ്തീൻ സമാധാനം സംബന്ധിച്ച കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സമാധാനം ഇപ്പോഴും തീരാതെ തന്നെ തുടരുകയാണ്. ഇസ്രായേലിന്റെ സാമ്പത്തിക സാങ്കേതിക പുരോഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വളരെ ഉന്നതമായ വൈജ്ഞാനിക മേഖലയിലെ ലോക നേതാക്കളിൽ ഒന്നായി തന്നെ ഇസ്രായേൽ നേതാക്കളും അതുപോലെ തന്നെ ഇസ്രായേൽ രാജ്യവും മാറിക്കഴിഞ്ഞു. എന്നാലും പാലസ്തീനിലെ തീരാത്ത പ്രശ്നം ഇപ്പോഴും വലിയ യുദ്ധങ്ങളിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.